ഒരു കിഡ്നി ഡിസീസ് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ഒരാൾക്ക് നമ്മൾ കിഡ്നി ഡിസീസ് സസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യും? അപ്പോൾ അത് നമ്മളതിനെ ലോക്കലൈസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും നമുക്കറിയേണ്ടത് അവർക്ക് CKD ഉണ്ടോ ഇല്ലയെന്ന്. CKD ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിറ്റ് പ്രീ-റീനൽ, റീനൽ ഓർ പോസ്റ്റ് റീനൽ. ഇനിയിപ്പോൾ റീനൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് സിറ്റ് വാസ്കുലർ or glomerular or tubulointerstitial. നമ്മൾ കമ്പാർട്ട്മെൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഏറ്റവും നമുക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിലൊരു USG KUB വേണം. ഇതിൽ നിന്ന് അതെന്ത് കണ്ടുപിടിക്കണം? അവിടെ CKD ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ CKD ഉണ്ടെങ്കിൽ ഇതൊക്കെയായിരിക്കും ഫീച്ചേഴ്സ്. മിക്കവാറും കൺട്രാക്റ്റഡ് കിഡ്നി ആയിരിക്കും. കിഡ്നി സൈസ് വിൽ ബി ലെസ് ദാൻ 8.5. 10 ആണ് പറയുക, പക്ഷേ നമ്മളൊരു ഇന്ത്യൻ പോപ്പുലേഷനിൽ 8.5 എടുക്കുക. പിന്നെ കോർട്ടിക്കോ മെഡുലറി ഡിഫറൻസിയേഷൻ അത് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബാക്കി പാരങ്കൈമൽ ചേഞ്ചും ബാക്കിയൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ കാണാൻ നമുക്ക് CKD ഉണ്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ CKD ആണെങ്കിൽ എന്തൊക്കെയാവാം? നമുക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി വരാം, അല്ലെങ്കിൽ ക്രോണിക് ഗ്ലോമുലാർ നെഫ്രൈറ്റിസ് വരാം, അല്ലെങ്കിൽ ഇഷ്കീമിക് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് വരാം, അല്ലെങ്കിൽ ക്രോണിക് ട്യൂബുലോ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിസീസ് വരാം, ഒന്നുമില്ലെങ്കിൽ ADPKD വരാം. ADPKD ഒക്കെ ആണെങ്കിൽ അൾട്രാസൗണ്ടിൽ തന്നെ നമുക്കത് കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? CKD നമ്മൾ ABCDEF ആൻഡ് K ഇത്രയും കാര്യം മാനേജ് ചെയ്യണം. എന്ത് വരും? അനീമിയ വരും. അത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആവും, അല്ലെങ്കിൽ അനീമിയ പ്രോൺ ഡിസീസ് ആവാം. പിന്നെ അസിഡോസ് മാനേജ് ചെയ്യണം. യുറേമിയ ഉണ്ട്, ഹൈ ചൂട് കസ്റ്റോസ് ഉണ്ടാവും, അപ്പോൾ അത് മാനേജ് ചെയ്യണം ബൈകാർബ് കൊടുത്തിട്ട്. പിന്നെ ആൽബുമിനൂറിയ ഉണ്ടാവും. ആൽബുമിനൂറിയ ACE ഇൻഹിബിറ്റർ വെച്ചിട്ട് മാനേജ് ചെയ്യണം. ACE-ARB കൊടുത്തിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് ആയിട്ട് പിന്നെ ആൻറ്റിപ്ലേറ്ററ്റും കൊടുക്കണം. അപ്പോൾ ത്രോംബോട്ടിക് സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ ബിയിൽ എന്ത് ചെയ്യണം? ബിയിൽ BP കൺട്രോൾ ചെയ്യണം. C ഫോർ കാൽസ്യം, ഹൈപ്പോ കാൽസ്യം ഉണ്ട്, അപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം. ഡിയിൽ എന്തൊക്കെ വരും? ഡിയിൽ ഡയബറ്റിക് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡയോട്ടിക്സ്, പിന്നെ ഡയാലിസിസ് ഉണ്ടെങ്കിൽ അത്. ഇയിൽ എറിത്രോപോയറ്റിൻ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുകയാണെങ്കിൽ എറിത്രോപോയറ്റിൻ വീക്ക്ലി സപ്ലിമെൻറ്റേഷൻ കൊടുക്കേണ്ടി വരും. F മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫ്ലൂയിഡ് ബാലൻസ്. കൃത്യമായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. എത്ര വെള്ളം കുടിക്കാൻ പറ്റും, എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള കോംപ്ലിക്കേഷൻസ് വരും. ആൻഡ് ലാസ്റ്റ്ലി K ഫോർ പൊട്ടാഷ്യം. ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ CKD മാനേജ് ചെയ്യണം. ഇനി CKD അല്ല ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് അടുത്ത് തരണം പോസ്റ്ററിന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് USG തന്നെ എന്ത് കിട്ടും? ഇസിറ്റ് പോസ്റ്ററിനിൽ നിന്ന് കിട്ടും. പോസ്റ്ററിന് മോസ്റ്റ്ലി യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇമേജിങ്ങിൽ നിന്ന് കിട്ടി. ഒബ്സ്ട്രക്ഷൻ നെഫ്രോപ്പതി ഒക്കെ ഉണ്ടെങ്കിൽ ഇമേജിങ്ങിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് യൂറോന് കൊടുക്കുക. സർജിക്കൽ കേസ് സർജിക്കലായിട്ട് മാനേജ് ചെയ്യാൻ കൊടുക്കുക. ഇനി നമുക്ക് എന്താ പറയുക? നമുക്ക് പ്രീ റീനിലാണോ റീനിലാണോ എന്ന് അറിയണം. അതിനെന്ത് ചെയ്യണം? അതിന് നമുക്ക് UR നോക്കണം. ഇഫ് UR ഈസ് നോർമൽ, പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ലെങ്കിൽ UR എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്രീ റീനൽ. ഇഫ് UR ഈസ് അബ്നോർമൽ, അതിനകത്ത് സെല്ലോ ആൽബുമിൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും എന്തായിരിക്കും? റീനലായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനെ എങ്ങനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? പ്രീ റീനൽ റീനലാണെങ്കിൽ 1/ക്രിയാറ്റിൻ റേഷ്യോ നോക്കുക. ബ്ലഡ് യൂറിൻ നൈട്രജൻ ഡിവൈഡ് ബൈ ക്രിയാറ്റിൻ.
അത് പ്രീ റീനിലാണെങ്കിൽ മോർ ദാൻ 20 ആയിരിക്കും. ഡിസ്പ്രപ്പോർഷണലി എലിവേറ്റഡ് ആണെങ്കിൽ യൂറി ഭയങ്കരമായിട്ട് കൂടിക്കിടക്കും. റീനിലാണെങ്കിലോ അത് ലെസ് ദാൻ 20 ആയിരിക്കും. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്ത് പറ്റും? പ്രീ റീനിലാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൂടും, റീനിലാണെങ്കിൽ അത് കുറയും. യൂറിൻ ഓസ്മോളാരിറ്റി എന്ത് പറ്റും? പ്രീ റീനിലാണെങ്കിൽ കൂടും, കോൺസ്റ്റന്റ് യൂറിൻ ആയിരിക്കും. റീനിലാണെങ്കിലോ അത് കുറയും, ഡൈലൂട്ട് ചെയ്ത് വരും. പിന്നെ ഫ്രാക്ഷണൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം, ഫെന പ്രീ റീനിലാണെങ്കിൽ ലെസ് ദാൻ 1% ആയിരിക്കും, റീനിലാണെങ്കിൽ മോർ ദാൻ 2% ആയിരിക്കും. ഇത്ര നോക്കി കഴിഞ്ഞാൽ പ്രീ റീനിലാണോ നമുക്ക് ഉറപ്പിക്കാം. ഇനി പ്രീ റീനിലാണെങ്കിൽ എന്തായിരിക്കും? പ്രീ റീനിലാണെങ്കിൽ ഏറ്റവും കോമൺ കോസ് വോളിയം ലോസ്. വോളിയം ലോസ് എന്തുകൊണ്ടൊക്കെ വരാം? GI ലോസ് വരാം, ഡയറിയ വോമിറ്റിംഗ് എന്തെങ്കിലുമൊക്കെ വരാം, റീനൽ ലോസ് വരാം, മോസ്റ്റ് കോമൺലി ഡയോറിറ്റിക് ഒക്കെ ആയിട്ട്. പിന്നെ ബ്ലഡ് ലോസ് വരാം, പിന്നെ തേർഡ് സ്പേസ് ലോസുകൾ വരാം. തേർഡ് സ്പേസ് ലോസിൽ എന്തൊക്കെ വരും? ഹെസൈറ്റിസ് വരാം, പാൻക്രിയാറ്റൈറ്റിസ് വരാം, ബേൺസ് വരാം, റാബ്ഡോമയോലൈസിസ് വരാം. ഇത്രയും കാര്യം വന്നാലും ഫ്ലൂയിഡ് തേർഡ് സ്പേസ് ലോസ് വന്നിട്ട് കിഡ്നി ഇഞ്ചുറി വരാം. പിന്നെ എന്ത് വരാം? പെർഫ്യൂഷൻ ബാക്കി കുറയുന്ന കണ്ടീഷൻസ്, കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്ന കണ്ടീഷൻസ് വരാം, ലൈക്ക് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ കാർഡിയോ റീനൽ സിൻഡ്രോം. ഇതിലൊക്കെ എന്ത് വരാം? വീണ്ടും കിഡ്നി ഇഞ്ചുറി വരാം. പിന്നെ എന്ത് വരാം? സിസ്റ്റമിക് വാസോ ഡയലറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിലും വരാം. സെപ്സിസ് വന്നാലും എന്ത് വരും? പ്രീ റീനൽ ഫെയിലിയർ വരും. പിന്നെ എഫറന്റ് ആർട്ടീരിയോളർ കൺസ്ട്രക്ഷൻ ഇപ്പോൾ വരും നമ്മൾ NSAID കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ, ഇമേജിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ എന്ത് വരാം? എഫറന്റ് ആർട്ടീരിയോളർ കൺസ്ട്രക്ഷൻ വന്നിട്ട് പ്രീ റീനൽ ഫെയിലിയറിലേക്ക് പോവാം. ലാസ്റ്റ് ഇഫറന്റ് ആർട്ടീരിയോളർ ഡയലറ്റേഷൻ വരും, അപ്പോഴും ഹൈപ്പോപെർഫ്യൂഷൻ വരും. ഇപ്പോൾ നമ്മൾ ACE കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ARB കൊടുക്കുമ്പോഴൊക്കെ എന്ത് പറ്റും? ഡയലറ്റേഷൻ വരും, പെർഫ്യൂഷൻ കുറയും, പ്രീ റീനലിലേക്ക് വരാം. ഇത്രയാണ് എന്ത്? പ്രീ റീനലിലേക്കയുടെ കോസുകൾ. അപ്പോൾ പ്രീ റീനലിലേക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, കാരണം അത് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുവാ? ട്യൂബുലർ നെക്രോസിസിലേക്ക് പോവാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റിയതും എത്രയും നേരത്തെ കണ്ടുപിടിച്ച് മാനേജ് ചെയ്താൽ സേവ് ചെയ്യാൻ പറ്റിയതുമായ കാര്യമാണ് പ്രീ റീനലിലേക്ക്, നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഓക്കെ, ഇനി എന്തുണ്ട്? ഇനി റീനലുണ്ട്. റീനലിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ കാണാണ് വിത്ത് നോർമൽ URA, ഓൾമോസ്റ്റ് നോർമൽ URA വിത്ത് വെരി സിവിയർ ഹൈപ്പർ ടെൻഷൻ കാണണമെങ്കിൽ എന്തായിരിക്കും? അത് വാസ്കുലർ ആയിരിക്കും. അതുപോലെ എഡീമി ഉണ്ട്, അതുപോലെ യൂറിനിൽ ആൽബുമിൻ ഉണ്ടാവും, സെല്ലുകളൊക്കെ കാണണമെങ്കിൽ എന്തായിരിക്കും? കാസ്റ്റൊക്കെ കാണണമെങ്കിൽ മിക്കവാറും അത് എന്തായിരിക്കും? ഗ്ലോമറുലറായിരിക്കും. ഇനി എഡിമി ഉണ്ടാവില്ല, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല, പക്ഷെ ട്രേസ് ആൽബുമിൻ കാണാമെന്നായിരിക്കും യുവറില്ല, മിക്കവാറും എന്തായിരിക്കും? അത് ട്യൂബിലോ ഇൻഡസ്ട്രീസിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇനി അടുത്ത നമ്മൾ കമ്പാർട്ട്മെൻറ്റൈസേഷൻ. അപ്പോൾ വാസ്കുലർ ആണെന്ന് വരിക. വാസ്കുലർ ആണെങ്കിൽ യുവറിൽ എന്തായിരിക്കും? നിൽ RBC, നിൽ ആൽബുമിൻ, നിൽ എഡീമ, അതുപോലെ സിവിയർ ഹൈപ്പർ ടെൻഷൻ. ഇതിനകത്ത് എന്തൊക്കെ വരാം? ഇതിനകത്ത് മാക്രോവാസ്കുലർ വരാം, മൈക്രോവാസ്കുലർ വരാം. മാക്രോയിൽ മെയിനായിട്ട് വരാം റീനൽ ആർട്ടറി സ്റ്റെനോസ്, യൂണിലാറ്ററൽ റാസ് വരാം, അതുപോലെ ബൈലാറ്ററൽ റാസ് വരാം. ഇത് ഇമേജിങ്ങിൽ നിന്ന് അത്യാവശ്യം കിട്ടും. നമ്മൾ ഡോപ്ലർ സ്റ്റഡി റീനൽ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തിട്ട് കൺഫേം ചെയ്യാം. മൈക്രോയിൽ എന്ത് കിട്ടും? മൈക്രോയിൽ മെയിനായിട്ട് ത്രോംബോട്ടിക് മൈക്രോ ആൻജിയോപ്പതീസ് ആണ് വരിക.
ലൈക്ക് ഹ്യൂമിലിറ്റി യൂറിമി സിൻഡ്രോം വരും, അതുപോലെ ഹെൽപ്പ് വരും, ക്ലംസിൽ വരുന്ന ഹെൽപ്പ് വരും, പിന്നെ മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ വരും. ഇത്രയാണ് എന്ത് റീനലിൽ വാസ്കുലർ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇനി എന്ത് ഗ്ലോമറുലർ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഗ്ലോമറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണിക്കും, പ്രോട്ടീനുറി ഉണ്ടാവും, എഡിമി ഉണ്ടാവും, മെയിനായിട്ട് എഡിമി ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ തിരിച്ചറിയണം, ഇത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണോ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണെന്ന് തിരിച്ചറിയണം. അപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതിനകത്ത് നെഫ്രോട്ടിക് റേഞ്ച് ആൽബുമിനുറി ഉണ്ടാവും, പ്രോട്ടീനുറി, അതായത് ആൽബുമിൻ 3+ കാണിക്കണം നിർബന്ധമായിട്ടും. അതിൻ്റെ കൂടെ എന്തുണ്ടാവും, എഡിമി ഉണ്ടാവും. പിന്നെ എന്ത് കാണിക്കും, ലിപ്പിഡൂറിയ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഹൈപ്പർ കൊളസ്ട്രോളിമി ഉണ്ടാവും. പിന്നെ ഹൈപ്പോ ആൽബുമിനിമി ഉണ്ടാവും, ബ്ലഡിൽ ആൽബുമിൻ കുറയും. ഇത്രയും കണ്ടെന്ത് വിചാരിക്കണം, നെഫ്രോട്ടിക് സിൻഡ്രോം ആണെന്ന് വിചാരിക്കണം. ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെ എന്തുണ്ടാവും, ആണെങ്കിൽ ഇവിടെ മെയിനായിട്ട് ഹെമച്ചൂറിയ കാണണം. പിന്നെ എന്തുണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അവിടെ മെയിനായിട്ട് ഒലിഗൂറി ആയിരിക്കും. ഇത്രയും കണ്ടത് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണ്. ഇതിൻ്റെ കൂടെ അല്ലാർ കാസ്റ്റും അത് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണാം. ഇങ്ങനെയാണ് ഗ്ലോമറുലാറിലുള്ള നമ്മൾ കമ്പാർട്ട്മെൻറ്റ് ഈ കോമ്പിനേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാം. ഇനി എന്തുണ്ട്, ഇനി ട്യൂബുലർ ഇൻറ്റർസ്റ്റീഷ്യലുണ്ട്. ട്യൂബുലർ ഇൻറ്റർസ്റ്റീഷ്യൽ നേരത്തെ പറഞ്ഞ പോലെ ട്രേസ് ആൽബുമിൻ കാണിക്കും, പക്ഷേ എഡിമി ഉണ്ടാവില്ല, ഹൈപ്പർ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് എന്താ പറയണം, ഇതിൽ ഇൻറ്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് ആണോ അതോ ട്യൂബുലർ നെക്രോസ് ആണെന്ന് പറയണം. അപ്പോൾ അക്യൂട്ട് ഇൻറ്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഇതിനകത്ത് മെയിനായിട്ട് സ്റ്റെറൈൽ പയൂറിയ കാണും, നിറച്ച് സെല്ലുകൾ കാണും യൂറിനിൽ, പക്ഷെ ബാക്ടീരിയ ഉണ്ടാവില്ല. ചിലപ്പോൾ ഹെമച്ചൂറിയ ഉണ്ടാവും. ഇവിടെ പോളിയൂറി ആയിരിക്കും മെയിനായിട്ട് പറയാം. അത് യൂറിനിൽ ഇയോസ്നോഫിൽസ് കാണും. ഇവിടെ WBC കാസ്റ്റ് ആണ് കാണുക. പിന്നെ ഇതിന് മെയിനായിട്ട് ഒരു പ്രോഡ്രോം ഉണ്ട്, ഒരു ഫീവർ, റാഷ്, അങ്ങനത്തെ ഒരു പ്രോഡ്രോം ഉണ്ട്. ഇത്രയും കണ്ടെങ്കിൽ വിചാരിക്കാം ഇൻറ്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് എന്ന് വിചാരിക്കാം. ഇനി ഈ അക്യൂട്ട് ട്യൂബുലർ നെക്രോസ് ആണെങ്കിലോ ഇവിടെ ഒലിഗൂറി ആയിരിക്കും. നേരത്തെ പോളിയൂറിയാണ് പറഞ്ഞത്, ഇപ്പോൾ ഒലിഗൂറി ആയിരിക്കും. ഇവിടെ നിറച്ച് സെൽസും നെക്രോട്ടിക് മെറ്റീരിയൽസും ഒക്കെ യൂറിനിൽ കാണും. ഇവിടെ എപ്പിത്തീലിയൽ സെൽ കാസ്റ്റാണ് കാണുക. ഇവിടെ യൂറിനറി സോഡിയം എക്സ്ക്രീഷൻ കൂടും. ഇത്രയും കണ്ടു ചോദിക്കും ട്യൂബുലർ നെക്രോസ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ട്യൂബുലർ നെക്രോസിൽ എന്തൊക്കെ വരാം, മോസ്റ്റ് കോമൺ കോസ് ഈസ് ഇഷ്കീമിയ. പ്രൊലോങ്ഡ് പ്രീറിനൽ ഫെയിലിയർ ആണ് ഏറ്റവും കോമൺ ആയ കോസ് എന്തിൻ്റെ, ATNൻ്റെ. പിന്നെ ഡ്രഗ്സ് വരാം, പിന്നെ കോൺട്രാസ്റ്റ് വരാം. കോൺട്രാസ്റ്റ് വേണമെങ്കിൽ പ്രീറിനൽ ഫെയിലിയർ ഉണ്ടാക്കാം, അതുപോലെ ട്യൂബുലർ നെക്രോസും ഉണ്ടാക്കാം. പിന്നെ പിഗ്മെന്റ് നെഫ്രോപ്പതീസ് വരാം, റബ്ഡോമൈലോസിസ് പോലത്തെ പിഗ്മെന്റ് നെഫ്രോപ്പതീസ് വരാം. പിന്നെ ട്യൂമർ ലൈസിസ് സിൻഡ്രോം വരാം. മൾട്ടിപ്പിൾ മൈലോമ വരാം. പിന്നെ സ്നേക്ക് ബൈറ്റ് വരാം, പാങ്ക്രിയാറ്റിസ് വരാം, അബ്ഡോമിനൽ പ്ലാസന്റ് വരാം. ഈ ലാസ്റ്റ് പറഞ്ഞ 3 നൊട്ടോറിയസ് ആണ്. ഇത് കോർട്ടിക്കൽ നെക്രോസ് ഉണ്ടാകും.
ഒരു മോസ്റ്റ് പ്രോബ്ലി ദേ വിൽ ഗോയിങ് ടു CKD. ഇങ്ങനെയാണ് നമ്മളൊരു കിഡ്നി ഡിസീസിനെ അപ്രോച്ച് ചെയ്യുക, കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക, ഒരു ഡയഗ്നോസിലേക്ക് എത്തുക.